അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാലനാശം വ്യാസദേവചരിതം ഇതു വ്യസനജാലനാശം വ്യസനജാലനാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പഞ്ചമസ്കന്ധം 1-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ ശ്ലോകം മുതൽ 54 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ പാരായണം ചെയ്ത് മാതൃപാദങ്ങളിൽ സാദരം സമർപ്പിക്കുന്നു. യഥാ ന ദൃശ്യത്തെ ജാതേ മൃൽപിണ്ഡേന വിനാഘട വിഷ്ണു പാലയിതാ വിശ്വസ്യാഹങ്കാരസമന്വിത. അന്യഥാ സർവദാ ചിന്താംബുധൗ മഗ്ന കഥം ഭവേൽ. അഹങ്കാരവിമുക്തസ്തു യദാ ഭവതി മാനവ. അവതാരപ്രവാഹേഷു കഥം മജ്ജേക്ഷുഭാഷയാ. മോഹമൂലമഹങ്കാര സംസാരസ്ഥൽ സമുദ്ഭവ. അഹങ്കാരവിഹീനാനാം ന മോഹോ ന ച സംസൃതി. ത്രിവിധ പുരുഷ പ്രോക്ത സാത്വികോ രാജസസ്തഥാ. താമസസ്തു മഹാരാജ ബ്രഹ്മ വിഷ്ണു ശിവാദിഷു. ത്രിവിധസ്ത്രിഷു രാജേന്ദ്ര കാജേശാദിഷു സർവദാ. അഹങ്കാര സദാ പ്രോക്തോ മുനിഭിഃ തത്വദർശിഭിഃ. അഹങ്കാരേണ തേനൈവ ബദ്ധാ ഏതേ ന സംശയാ. മായാവിമോഹിതാ മന്ദാ പ്രവദന്തി മനീഷിണാ. കരോതി സ്വേച്ഛയാ വിഷ്ണുരവതാരാനനേകശാം. മന്ദോപി ദുഃഖഗഹനെ ഗർഭവാസേതി സങ്കടേ. ന കരോതി മതിം വിദ്വാൻ കഥം കുര്യാൽ സ ചക്രഭൃൽ.
കൗസല്യാദേവകീ ഗർഭേ വിഷ്ഠാമലസമാകുലേ സ്വേച്ഛയാ പ്രവദന്ത്യദ്ധാ ഗതോ ഹി മധുസൂദന വൈകുണ്ഠസദനം ത്യക്ത്വാ ഗർഭവാസേ സുഖം नु കിം ചിന്താകോടിസമുദ്ധാനേ ദുഃഖദേ വിഷസംമിതേ തപസ്തപ്ത്വാ ക്രതൂൻ കൃത്വാ ദത്വാ ദാനാന്യനേകശാ ന വാഞ്ഛന്തി യതോ ലോകാ ഗർഭവാസം സുദുഃഖദം സകഥം ഭഗവാൻ വിഷ്ണു സ്വവശശ്ചേജ്ജനാർദ്ദന ഗർഭവാസരുചിർഭൂയാൽ ഭവേൽ സ്വവശതായതി ജാനീഹി ത്വം മഹാരാജ യോഗമായാവശേ ജഗൽ ബ്രഹ്മാദിസ്തംഭപര്യന്തം ദേവമാനുഷതിര്യഗം മായാതന്ത്രീ നിബദ്ധായേ ബ്രഹ്മവിഷ്ണുഹരാദയാ ഭ്രമന്തി ബദ്ധമായാന്തി ലീലയാ ചോർണനാഭവൽ. ശ്രീ ജഗദംബികായേ നമഃ. ഇതി ശ്രീമദ്ദേവി ഭാഗവതേ പഞ്ചമസ്കന്ധേ പ്രഥമോധ്യായ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായേ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം പഞ്ചമസ്കന്ധം ഒന്നാമത്തെ അധ്യായത്തിൽ 41 ശ്ലോകം മുതൽ 54 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മണ്ണില്ലാതെ കൂടമില്ല വിശ്വപാലകനാം വിഷ്ണു അഹങ്കാരത്തോടു കൂടിയവനാണല്ലോ. അല്ലെങ്കിലെങ്ങിനെ സദാ ചിന്താമഗ്നനായിരിക്കും എപ്പോൾ നരൻ അഹങ്കാര വിമുക്തനാകും. അപ്പോൾ ജനിമൃതികളിൽ മുഴുകിടുന്നതെങ്ങിനെ മോഹമാണു മൂലം അതിൽ നിന്നും സംസാരം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അഹങ്കാരമില്ലാത്തോനു മോഹമില്ല സംസാരവും, മനുഷ്യനോ സാത്വികരും പിന്നെ രാജസ താമസരും. ബ്രഹ്മാവിഷ്ണു മഹേശ്വരർ 3 വിധ അഹങ്കാരമുള്ളവർ താൻ 3 പേരിലും 3 വിധം അഹങ്കാരം എന്നു മുനിവാണിയത്രേ. അഹങ്കാരത്താലിവരോ ബദ്ധരുമല്ലോ. മായാമോഹവിമൂഢരാം മനീഷികൾ പറയുന്നു, മാധവൻ സ്വേച്ഛയാവതാരം ചെയ്യുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മന്ദൻ പോലും ഗർഭവാസ ദുഃഖത്തിനു മോഹിക്കില്ല. ചക്രധാരി ചെയ്തിടുന്നു സ്വേച്ഛയായല്ല.
ശല്യാദേവകീമാർത്തൻ മലിനമാം ഗർഭം തന്നിൽ സ്വേച്ഛയാ കഴിഞ്ഞുവെന്നു മൂഢന്മാർ ചൊല്ലും. കോടി ചിന്ത നിറഞ്ഞതും ദുഃഖപ്രദവുമായുള്ള ഗർഭവാസം വൈകുണ്ഠത്തെക്കാളും ശ്രേഷ്ഠമോ? അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദുഃഖദമാം ഗർഭവാസം ഇല്ലാതാകാൻ തപം ചെയ്യൂ. യജ്ഞങ്ങളും ദാനങ്ങളും ചെയ്തിടുന്നല്ലോ. വിഷ്ണു സ്വവശനാണെങ്കിൽ സ്വവശത ഉണ്ടെന്നാകിൽ ഗർഭവാസത്തിനായിട്ടു ആഗ്രഹിക്കുമോ? ബ്രഹ്മാവു മുതൽ പുൽക്കോടി വരെയുള്ള ഈ ജഗത്ത് യോഗമായക്കധീനമാണെന്നും അറിയൂ. മായാസൂത്രത്തിൽ ബദ്ധരാം ബ്രഹ്മാ വിഷ്ണു ശിവാദികൾ യോഗമായ ലീല തന്നിൽ ഭ്രമിച്ചിടുന്നു. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, മായേ ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന ഈ ദേവ്യുപാസന ഇന്ന് 427 ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ശ്രീമദ് ദേവി ഭാഗവതം 5-ാമത്തെ സ്കന്ധത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ ശ്ലോകം മുതൽ 54 കൂടിയുള്ള ശ്ലോകങ്ങളെയാണ് ഇന്ന് നാം പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടിയതും ഇപ്പതാ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നതും. യഥാ ന ദൃശ്യത്തെ ജാതേ മൃത്പിണ്ഡേന വിനാഘട വിഷ്ണു പാലയിതാ വിശ്വസ്യാഹങ്കാരസമന്വിത. മൃത്പിണ്ഡേന വിനാഘട യഥാന ദൃശ്യത്തെ ജാതെ. മണ്ണില്ലാതെ ഒരു കുടം ഉണ്ടായതായിട്ട് കാണാനായിട്ട് സാധിക്കില്ല.
അതേപോലെ വിശ്വത്തിൻ്റെ പരിപാലകനായിരിക്കുന്ന വിഷ്ണു അഹങ്കാരത്തോടു കൂടിയവനാണ്. അഹങ്കാരസമന്വിതനാണ് വിഷ്ണു. അന്യഥാ സർവദാ ചിന്താം ബുധൗ മഗ്ന കഥം ഭവേൽ. അങ്ങനെയല്ലെങ്കിൽ എല്ലായ്പ്പോഴും എങ്ങനെയാണ് അദ്ദേഹം ചിന്താമഗ്നനായിട്ടിരിക്കുന്നത്? അഹങ്കാര വിമുക്തസ്തു യഥാഭവതി മാനവ. എപ്പോഴാണോ മനുഷ്യൻ അഹങ്കാര വിമുക്തനായി തീരുന്നത്, അപ്പോ അവതാരപ്രവാഹേഷു കഥം മജ്ജേഷു ഭാഷയ. അങ്ങനെയാണെങ്കിൽ ജനന മരണസ്വരൂപമായ ഈ പ്രവാഹത്തിൽ ശുദ്ധചിത്തനായിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ അതിൽ മുഴുകാൻ സാധിക്കും? മോഹമൂലം അഹങ്കാര. മോഹമാണ് അഹങ്കാരത്തിന് മൂലം. സംസാരസ്ഥൽ സമുദ്ഭവ. അതിൽ നിന്നാണ് സംസാരം ഉണ്ടാകുന്നത്. അഹങ്കാരവിഹീനാനാം ന മോഹോ ന ച സംസൃതി. അഹങ്കാരമില്ലാത്ത ആളുകൾക്ക് മോഹമില്ല, അതേപോലെ തന്നെ അവർക്ക് സംസാരവുമില്ല. ത്രിവിധ പുരുഷ പ്രോക്ത സാത്വികോ രാജസസ്തഥാ താമസസ്തു മഹാരാജ. അപ്പോ മനുഷ്യർ 3 തരത്തിലുള്ള ആളുകളാണ്. ഒന്ന് സാത്വികര്, രണ്ടാമത്തെ രാജസര്, തഥാ അതേപോലെ തന്നെ താമസസ്തു മഹാരാജ. താമസന്മാര് മഹാരാജാവിനോട് പറയുകയാണ്. അപ്പോ ബ്രഹ്മാവിഷ്ണു ശിവാദിഷു, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ തുടങ്ങിയവർ സാത്വിക രാജസ താമസഭേദേന 3 വിധത്തിലുള്ള അഹങ്കാരങ്ങളുള്ളവരാണ്. ത്രിവിധസ്ത്രിഷു രാജേന്ദ്ര കാജേശാദിഷു സർവദ. അപ്പൊ രാജാവേ, ഇവിടെ പറയുകയാണ്, കാജേശന്മാർ 3 3 തരത്തിലുള്ള അഹങ്കാരം എല്ലായ്പ്പോഴും ഉണ്ട് എന്ന് അഹങ്കാര സദാപ്രോക്തോ മുനിഭി തത്വദർശിഭി. തത്വദർശികളായിട്ടുള്ള മുനിമാര് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അഹങ്കാരേണ തേനൈവ ബദ്ധാത് ഏതേന സംശയ. ഈ അഹങ്കാരത്തിൽ നിന്ന് തന്നെയാണ് ഇവരൊക്കെ ബദ്ധരായി തീർന്നിരിക്കുന്നത്. ഈ കാര്യത്തിൽ സംശയ, ഒട്ടും തന്നെ സംശയമില്ല. മായാവിമോഹിതാമന്ത പ്രവദന്തി മനീഷിണ കരോതി സ്വേച്ഛയാ വിഷ്ണുരവതാരാൻ അനേകശ. മായാമോഹം കൊണ്ട് മന്ദന്മാരായി തീർന്ന വിഡ്ഢികളായിട്ടുള്ള ആളുകൾ, അവർ മനീഷികളാണ്. അങ്ങനെയുള്ള മനീഷികൾ എന്ന് പറയുന്നവര് അവർ പറയുന്നു വിഷ്ണു സ്വേച്ഛയാ അനേകം അവതാരങ്ങൾ കൈക്കൊള്ളുന്നു എന്ന്. സത്യത്തിൽ അങ്ങനെയല്ല എന്നാണ്. മന്ദോപി ദുഃഖഗഹനേ ഗർഭവാസേതി സങ്കടേ ന കരോതി മതിം വിദ്വാൻ കഥം കുര്യാൽ സ ചക്രഭൽ. ഇപ്പൊ മന്ദനായിരിക്കുന്ന ഒരാള്, മന്ദൻ പോലും അത്യന്തം ദുഃഖപ്രദമായിരിക്കുന്ന ഗർഭവാസ ക്ലേശങ്ങൾ, ഗർഭവാസേതി സങ്കട, ആ അനുഭവിക്കാൻ അവരാരും ആഗ്രഹിക്കില്ല. അങ്ങനെയെങ്കിൽ വിജ്ഞനായിരിക്കുന്ന ചക്രധാരി, ചക്രഭൃത്ത്, ആ വിഷ്ണു അതിന് ഒരുമ്പെടുകയില്ല എന്നുള്ളത് ഉറപ്പല്ലേ? എങ്ങനെയാ ഒരുമ്പെടുക? അതുകൊണ്ട് അദ്ദേഹം സ്വേച്ഛാവശകനല്ല, ദാസനാണെന്നാണ്. കൗസല്യാ ദേവകീ ഗർഭേ, കൗസല്യയുടെയും ദേവകിയുടെയും ഗർഭത്തിൽ വിഷ്ഠാമല സമാകുലെ, വിൺമൂത്ര മലീമസമായിരിക്കുന്ന ഗർഭത്തിൽ സ്വേച്ഛയാ പ്രവദന്ത്യഥാ ഗതോ ഹി മധുസൂദന. ആ മധുഹന്താവായിരിക്കുന്ന വിഷ്ണു സ്വേച്ഛയാ, തൻ്റെ ഇച്ഛ കൊണ്ട് അവിടെ കഴിഞ്ഞു എന്നുള്ളത് ആരേ പറയുള്ളൂ? അത് ബുദ്ധിയില്ലാത്ത ആളുകൾ മാത്രമേ പറയുകയുള്ളൂ. അല്ലാതെ ആ വിഷ്ണുവിനെ ആരും സ്വേച്ഛയാ ആണ് അവതാരങ്ങൾ എടുക്കുന്നത് എന്ന് ഒരിക്കലും പറയുകയില്ല. വൈകുണ്ഠസദനം ത്യക്ത്വാ ഗർഭവാസേ സുഖം नु കിം ചിന്താകോടി സമുദ്ധാനേ ദുഃഖതേ വിഷസംമിതേ. അനേക കോടി ചിന്തകൾ നിറഞ്ഞ ദുഃഖപ്രദമായിരിക്കുന്ന വിഷസംമിതേ, വിഷതുല്യമായ ഗർഭവാസം, വൈകുണ്ഠസദനം ത്യക്ത്വ, ആ വൈകുണ്ഠം എന്ന ദിവ്യമായ ലോകം വിട്ടുപോരാൻ തക്കവണ്ണം സുഖപ്രദമാണോ? സുഖം नु കിം എന്ന് ചോദിക്കുകയാണ്. തപസ്തപ്ത്വാ ക്രതൂൻ കൃത്വാ ദത്വാ ദാനാന്യനേകശ ന വാഞ്ഛന്തി യതോ ലോകാ ഗർഭവാസം സുദുഃഖതം. ഗർഭവാസം എന്നും വലിയ ദുഃഖമാണ്.
അപ്പോൾ ദുഃഖഭൂയിഷ്ഠമായിരിക്കുന്ന ഗർഭവാസം ഇല്ലാതിരിക്കാൻ വേണ്ടി ലോകം തപസ് ചെയ്യണു, അല്ലേ? തപസ്തപ്തുവ ക്രതോൻ കൃത്വ, യജ്ഞങ്ങൾ ചെയ്യണു, ദത്തുവ ദാനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്? ഗർഭവാസം ഇല്ലാതെയാകാൻ, പുനരപി ജനനം പുനരപി മരണം എന്നുള്ളത് ഇല്ലാതെയാവാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ സ കഥം ഭഗവാൻ വിഷ്ണു സ്വവശശ്ചേജ്ജനാർദ്ദന ഗർഭവാസ രുചിർഭൂയാൽ ഭവൽ സ്വവശതാ യതി. അപ്പോ വിഷ്ണു സ്വവശനാണെങ്കിൽ, സ്വേച്ഛയാണ് അവതാരങ്ങൾ എടുക്കുന്നതെങ്കിൽ ആ സ്വവശത അത് തനിക്ക് ഉണ്ടാകുമെങ്കിൽ ഗർഭവാസത്തിന് വിഷ്ണു ആഗ്രഹിക്കുമോ? ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? ജാനീഹി ത്വം മഹാരാജ യോഗമായാവശേഷകൾ ബ്രഹ്മാദിസ്തംഭ പര്യന്തം ദേവമാനുഷതിര്യകം. അതുകൊണ്ട് മഹാരാജാവേ, ജനമേജയ, ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ ബ്രഹ്മാദിസ്തംഭ പര്യന്തം ദേവമാനുഷതിര്യകം, ദേവ മനുഷ്യ തിര്യക് ജാതിയിൽപ്പെട്ട ഈ ജഗത്ത് യോഗമായയ്ക്ക് അധീനമാണ്. യോഗമായാവശേ ജഗത്ത് മായാതന്ത്രീ നിബദ്ധായേ ബ്രഹ്മവിഷ്ണുഹരാദയ ഭ്രമന്തി ബന്ധമായാന്തി ലീലയാ ചോർണനാഭവൽ. അപ്പോ മായാസൂത്രത്തിൽ ബദ്ധരായിരിക്കുന്ന ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ തുടങ്ങിയവരൊക്കെ തന്നെ യോഗമായയുടെ ലീലയാൽ അതിൽ ഭ്രമിച്ച് ഏതുപോലെ ഉർണനാഭിയെപ്പോലെ, എട്ടുകാലിയെപ്പോലെ അതിൽ ബദ്ധരായി പോകുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ സ്വേച്ഛയാ ചെയ്യാൻ കഴിയുന്നത് ദേവിക്ക് മാത്രമാണെന്നും ത്രിമൂർത്തികളടക്കം സകലരും ആ ദേവിയുടെ മായ ആകുന്ന ലീലയിൽ ഭ്രമിച്ച് അതിൽ പെട്ടുപോവുകയാണ് ചെയ്യുന്നത് എന്നും പറഞ്ഞുകൊണ്ടാണ് ശ്രീമദ് ദേവി ഭാഗവതം 5-ാമത്തെ സ്കന്ധത്തിൽ ആദ്യത്തെ അധ്യായം അവിടെ സമർപ്പിക്കുന്നത്. നാളെ നമുക്ക് 2-ാമത്തെ അധ്യായത്തോടുകൂടി ഈ യജ്ഞം തുടരാൻ സാധിക്കട്ടെ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ
അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.